ആ കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്, സാറിനകത്ത് കയറി കാണാം. ഡോറ് തുറന്നുകൊണ്ട് നഴ്സ് വിശാലിനെ നോക്കി പറഞ്ഞു. തൽക്കാലം സിസ്റ്റർ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, അപ്പോഴേക്കും ഞാനൊന്ന് ഡോക്ടറെ കയറി കണ്ടിട്ട് വരാം. ഓക്കെ സർ. എന്താടാ, കിട്ടിയോ അവളെ? വിജയദേവ ഹർഷനെയും കൂട്ടുകാരെയും നോക്കി ചോദിച്ചു. ഇല്ല ഡാഡ്, അവൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? ഇത് എന്നോട് വന്ന് പറയാൻ നാണക്കേട് തോന്നുന്നില്ലേ ഹർഷ നിനക്ക്? വിജയദേവ അവന് നേരെ ദേഷ്യത്തിൽ ചീറിക്കൊണ്ട് പറഞ്ഞു. അങ്കിൾ, ഞങ്ങളുടെ കയ്യിൽ അവളെ കിട്ടാറായപ്പോഴേക്കും പെട്ടെന്നൊരു പോലീസ് ജീപ്പിന് മുന്നിൽ ആ പെണ്ണ് വട്ടം ചാടിയത്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. നിന്നെയൊക്കെ ഉണ്ടല്ലോ. അയാൾക്ക് ദേഷ്യമടക്കാനാവാതെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ രക്ഷപ്പെട്ട നീയൊക്കെ മാത്രമല്ല ഞാനും കുടുങ്ങും, അറിയാമോ? ഇപ്പൊ എന്നെ പറ്റിയൊരു വിധം അവൻ ആ ഭദ്രി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഇതുകൂടെ അവനറിഞ്ഞ വെറുതെ ഇരിക്കില്ല. ഡാഡി ടെൻഷൻ ആവാതെ, അതിന് ഡാഡിയും ഞാനും തമ്മിലുള്ള ബന്ധം അവൾക്കറിയില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? അവൾ മനസ്സിലാക്കിയില്ലെന്ന് നിന്റെയും എൻ്റെയും വിശ്വാസം മാത്രം. ഇനി അതെല്ലാം മറിച്ചാണെങ്കിലോ നമ്മൾ കുടുങ്ങില്ലേ? അങ്ങനെ വരില്ല. എന്തായാലും അവളെ അവർ ഹോസ്പിറ്റലിലാവും നേരെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഞാനെന്തേ ഇവന്മാരും ഞങ്ങളുടെ കുറച്ച് പിള്ളേരും ചേർന്ന് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലും കയറി അവളെ തപ്പാൻ പോകുക. അവളെ കണ്ട തീർത്തിട്ടേ ഞങ്ങൾ വരൂ. എന്നാൽ പിന്നെ സംസാരിച്ച് നിൽക്കാതെ വേഗം പോയി കണ്ടുപിടിച്ച് കൊല്ല്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രശ്നമാണ്. അപ്പോഴേക്കും അവന്മാർ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ കാർത്തികയെ തപ്പി പുറത്തേക്ക് പാഞ്ഞു. ആ താനിരിക്കെ. മുന്നിലിരുന്ന ഡോക്ടർ റോഷൻ കപൂർ വിശാലിനെ മുന്നിലുള്ള ചെയറിലേക്ക് ഇരിക്കാനായി പറഞ്ഞു. അവൻ അവിടേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഡോക്ടർ, അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ വിശാൽ, ആ കുട്ടിയെ താൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ആ കുട്ടിയുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മുറിവേറ്റിട്ടുണ്ട്. അതും പെട്ടെന്നൊന്നും പൊറുക്കാൻ പറ്റാത്ത ആഴത്തിലുള്ള മുറിവ്. അതിൽ നിന്നും പുറത്തു വരാൻ ആ കുട്ടിക്ക് മാത്രമേ കഴിയൂ. അതിന് ഞങ്ങളുടെ കയ്യിൽ മെഡിസിൻ ഇല്ല. അതിൻ്റെ മെഡിസിൻ ആ കുട്ടിയുടെ കയ്യിൽ തന്നെയാണുള്ളത്. തൽക്കാലം വിശാല് ആ കുട്ടിയിൽ നിന്നും സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒപ്പം കൂടെ നിന്ന് ധൈര്യവും കൊടുക്കണം. യെസ് സർ. പിന്നെ വിശാൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് ഒരു കേസാക്കുന്നില്ല. അതിന് കാരണം ഇയാളൊരു പോലീസ് ഓഫീസർ കൂടെയാണല്ലോ. അത് കേട്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ പിന്നെ അയാളെ കൊണ്ടുപോകാമോ? എനിക്കിന്ന് തന്നെ. പുലർച്ചെയാവാൻ ഏറിയ കുറച്ചു നേരം കൂടെയുള്ളൂ. അതുവരെ ആ കുട്ടി ഇവിടെ കിടന്നോട്ടെ. എന്നിട്ട് രാവിലെ ഒരുമിച്ച് പോകാം നിങ്ങൾക്ക് രണ്ടാൾക്കും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അത്രയും പറഞ്ഞ് വിശാൽ എഴുന്നേറ്റ് തിരികെ വരാൻ ഡോക്ടർ ക്യാബിൻ തുറന്നു. നേഴ്സ് ഓടിക്കിതച്ച് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. സർ, ആ 104 പേഷ്യൻ്റ് ആരൊക്കെ ചേർന്ന് കൊല്ലാൻ നോക്കുക. അത് കേട്ടത് തന്നെ വിശാൽ അവിടേക്ക് പാഞ്ഞ് പിന്നാലെ ഡോക്ടറും ആ നേഴ്സും. വിശാൽ വേഗത്തിൽ അവിടേക്ക് വരുമ്പോൾ കാർത്തികയെ ചുമരോട് ചേർത്ത് നിർത്തി ഒരു തലയണ കൊണ്ട് അവളുടെ മുഖത്ത് വെച്ച് അമർത്തി കൊല്ലാൻ നോക്കുന്ന 2 പേരെയാണ്. ഈ സമയം കാർത്തിക ശ്വാസം കിട്ടാതെ അവളുടെ കരങ്ങൾ കൊണ്ട് അവരെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. വിശാൽ പാഞ്ഞു വന്ന് അവരെ 2 ആഞ്ഞു ചവിട്ടിയതും അവളിലെ പിടിവിട്ട് അവർ നിലത്തേക്ക് വീണതും ഒപ്പം കാർത്തികയും. നിലത്ത് കിടന്ന 2 പേരും മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന വിശാലിനെ കണ്ടതും വേഗത്തിൽ എഴുന്നേറ്റ് മുന്നിലേക്ക് ഓടി. എന്നാൽ അവർക്ക് പിന്നാലെ തന്നെ വിശാലും എത്തിയെങ്കിലും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന വണ്ടിയിൽ കയറി സ്ഥലം വിട്ടിരുന്നു അവർ. വിശാൽ തിരികെ വരുമ്പോൾ ഡോക്ടറും നഴ്സും കാർത്തികയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആണോ താൻ? ഒന്നുകൂടെ ശ്വാസം ഒന്ന് എടുത്തു വിട്ട് നോക്കിയേ. ഡോക്ടർ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ ശ്വാസമെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ, എനിക്ക് വെള്ളം വേണമായിരുന്നു. അവളത് പറഞ്ഞതും അടുത്തുനിന്ന നഴ്സ് അവൾക്ക് വെള്ളം നൽകി. തൽക്കാലം താനൊന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, അപ്പോഴേക്കും എല്ലാം ശരിയാകും. വിശാലിനോട് അവളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയതും അവൻ അവൾക്കടുത്തുള്ള ചെയറിലായി വന്നിരുന്നു. അതിനുശേഷം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വിശാൽ, SI വിശാൽ കൃഷ്ണൻ. എൻ്റെ ജീപ്പിന് മുൻപിലാ താൻ വന്ന് ചാടിയേ. ശരിക്കും എന്താ ഉണ്ടായത്? ആരാ അവരൊക്കെ? താനും അവരുമായി എന്താ ബന്ധം? താൻ ഓക്കെ ആണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഞാൻ ഓക്കെയാണ്, പറയാം സർ ഞാനെല്ലാം. അവൾ വിശാലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് ഓരോന്നും കേൾക്കെ അവൻ്റെ രക്തം തിളച്ചു. തൻ്റെ ശരീരം പിച്ച് ചീന്തിയതിനേക്കാൾ അവളിൽ വേദന നിറച്ചത് അവളുടെ പ്രിയപ്പെട്ട ഉറ്റമിത്രമായ നീതുവിനെ അവൾക്ക് മുൻപിൽ തന്നെ പിച്ച് ചീന്തി കൊന്നുകളഞ്ഞതായിരുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു. എനിക്ക് മരിക്കാൻ തോന്നിയ ആ നിമിഷം, പക്ഷേ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ജീവനോടെ തന്നെ ഞാൻ വേണമെന്ന് തോന്നി. സ്വന്തം അച്ഛനും
ആ അച്ഛനിൽ പിറന്ന മകനും ചേർന്ന് ആ അച്ഛൻ്റെ തന്നെ സ്വന്തം മകളുടെ ജീവൻ തന്നെ. അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ശരീരം പുഴുവരിക്കും പോലെ തോന്നിപ്പോകുക. ഇനി ഇതുപോലെ ആരോടും ചെയ്യരുത്. അതിന് അവർ മരിക്കണം. അത് കണ്ടിട്ടേ എനിക്ക് മരണമുള്ളൂ. അത്രയും പറഞ്ഞ ശേഷം വിശാലിനെ നോക്കി പറഞ്ഞു, സാറിന് എന്നെ എൻ്റെ വീട്ടിലാക്കി തരാൻ പറ്റുമോ? എൻ്റെ ഏട്ടൻ്റെ അടുത്ത്. തൻ്റെ നാട് എവിടെയാ? കോയമ്പത്തൂർ. ഞാൻ അവിടുത്തെ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നേ. അവിടെ എവിടെയാ തൻ്റെ പ്ലേസ്? അവിടെ കാളിയാർ മഠത്തിൽ. കാളിയാർ മഠത്തിൽ ബദ്രിയുടെ ആരാ താൻ? ബദ്രിയേട്ടൻ അറിയാമോ സാറിന്? അറിയാം. എന്നാ എന്നെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലെത്തിക്കുമോ പ്ലീസ്? ഇവിടെ വന്ന് ജോലി കഴിഞ്ഞു. അതുകൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോഴാ ഈ പ്രശ്നം. തന്നെ ഞാൻ വീട്ടിലാക്കാം. അതിനു മുൻപ് എനിക്ക് തൻ്റെ കുറച്ച് മൊഴി ആവശ്യമാണ് ഈ കേസിനെ പറ്റി. താൻ പേടിക്കണ്ട. ഒരിക്കലും തൻ്റെ പേരോ തൻ്റെ കൂട്ടുകാരിയുടെ പേരോ ഒരു മാധ്യമങ്ങൾക്കും പറഞ്ഞു നടക്കാൻ ഇട്ടുകൊടുക്കില്ല ഞാൻ. അവൾ ഇന്നില്ല, പക്ഷെ അവൾക്ക് നീതി കിട്ടണം. അതിനവൻ മരിക്കണം. അതിനുവേണ്ടി സാറ് പറയുന്ന എവിടെ വേണമെങ്കിലും ഒപ്പിടാനും എനിക്കറിയാവുന്ന എല്ലാം പറയാനും ഞാൻ ഒരുക്കുമാ. എന്നെ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്താലും സാരമില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ നീതുവിനെ ഒരു മാധ്യമങ്ങൾക്കും റേറ്റിംഗ് കൂട്ടി രസിക്കാൻ ഇട്ടുകൊടുക്കില്ല ഞാൻ. തനിക്കൊപ്പം ഈ നിയമവും കോടതിയും ഉണ്ടായില്ലെങ്കിലും ഞാനുണ്ടാവും. ഞാനിടുന്ന കാക്കി ധർമ്മത്തിൻ്റേതാണെങ്കിൽ തനിക്ക് ഞാൻ നീതി വാങ്ങിച്ച് തന്നിരിക്കും. ഇത് വിശാലിൻ്റെ വാക്കാണ്. ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് അയക്കുന്ന ഡ്രസ്സിംഗ് പാക്ക് ചെയ്ത ബോക്സുകളുടെ എല്ലാം തിട്ടപ്പെടുത്തുകയാണ് മഞ്ജു. ഓരോന്നും വണ്ടിയിൽ കയറ്റുന്നതിനോടൊപ്പം അവൾ നമ്പറും മാർക്ക് ചെയ്തു. അപ്പോഴേക്കും സിദ്ധു അവിടേക്ക് വന്നു. സിദ്ധു കൂടെ വന്നതും അവൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലായി. കാരണം അവൻ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷം ആ വണ്ടി പോകാനുള്ള അനുവാദം നൽകി. അതെ, ഇപ്പം എന്നെ കണ്ട അധികം ദേഷ്യപ്പെടാറില്ല. കണ്ടാൽ കണ്ട ഭാവം പോലും കാണിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്തേലും ചോദിച്ചാൽ തന്നെ ഇഷ്ടപ്പെടാത്ത പോലെ എടുത്തു ചാടി വല്ലതും പറയാറോ ആയിരുന്നല്ലോ. ഇപ്പം എന്തു പറ്റി? അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി, അത്ര തന്നെ. ഓഹോ, എന്നാ പൊക്കോ. എന്താ? പൊയ്ക്കോളാൻ. അവൾ നടന്നു പോകുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അതിൽ അവന് നീരസം തോന്നി. എന്നാൽ കുറച്ചു മുൻപിലേക്ക് ചെന്നതും അവൾ സിദ്ധുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അതെ, ഇന്ന് രാത്രി വിളിക്കുമോ? അവൻ കേട്ടത് തെറ്റിപ്പോയോ എന്നുള്ള മട്ടിൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ പറഞ്ഞേ? ഇന്ന് നൈറ്റ് കോൾ ചെയ്യുമോന്ന്? അത്രയും അവനെ നോക്കി പറഞ്ഞ ശേഷം ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നവളെ അവനും ഒരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു. രാവിലെ ബദ്രി അവളോടൊന്നും മിണ്ടാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. രുദ്രർ വിളിച്ചപ്പോഴെല്ലാം കോൾ കട്ട് ചെയ്തതല്ലാതെ തിരിച്ചു വിളിച്ചില്ല. അവൾക്കതിൽ വല്ലാത്ത വിഷമം തോന്നി. ബദ്രിയെ കാത്ത് അവൾ ഹാളിൽ തന്നെ ഇരുന്നു. ഇടയ്ക്കവൾ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. ബദ്രി വരുമ്പോൾ പുലർച്ചെയായിരുന്നു. പുറത്ത് ബദ്രി വന്ന് സൗണ്ട് കേട്ടതും രുദ്ര ഉറക്കത്തിൽ നിന്നും വേഗം ചാടി എഴുന്നേറ്റ് മുന്നിലേക്ക് പാഞ്ഞു. രുദ്ര ചെന്ന് വേഗം ഡോറ് തുറന്നു. എങ്കിലും മുന്നിൽ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബദ്രി അകത്തേക്ക് കയറിപ്പോയി. അവളുടെ മനസ്സ് വീണ്ടും വേദനിക്കാൻ തുടങ്ങി. അവൾ പിന്നിൽ നിന്നും ബദ്രിയേട്ടാന്ന് വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ രുദ്രയും അവന് പിന്നാലെ ചെന്നു. തിരിഞ്ഞു പോകുന്ന ബദ്രിയെ അവൻ്റെ പിന്നാലെ ചെന്ന് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും ബദ്രി ഒന്ന് നിന്ന ശേഷം അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ? ഏട്ടനെന്തിനാ എന്നോട് മിണ്ടാത്തേ? എനിക്കത് സഹിക്കാനാവില്ലെന്നറിയില്ലേ? ആണോ? ഞാൻ പിണങ്ങുന്നത് സഹിക്കാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വിളിച്ചിട്ടും ഡോറ് തുറക്കാതെ ഇന്നലെ താഴത്തെ റൂമിൽ കയറി വാതിലടച്ചത്? ഇന്നലെ എനിക്ക് എന്തൊക്കെയോ തോന്നി, ഏട്ടന് നഷ്ടപ്പെടുവോ എന്നൊക്കെ. അതാ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തത്. പറഞ്ഞു കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പോകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണോ? എന്നെനിക്ക് സമ്മതമാ പോകാൻ. ഏട്ടന് വിഷമം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഏട്ടന് വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ്. എന്ന കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ആരെയും നിർബന്ധിച്ചൊന്നും അടിച്ചേൽപ്പിക്കില്ല ബദ്രി. പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒട്ടും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നിനക്കിഷ്ടമല്ലാതെ ഒന്നും എനിക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല. ഇതൊരിക്കലും ഏട്ടൻ കരുതും പോലെയല്ല. ഞാൻ സ്വയം എൻ്റെ ഇഷ്ടത്തിന് തന്നെ സമ്മതിച്ചതാ. ഞാൻ പോകാൻ തയ്യാറാ. പക്ഷേ എന്നോട് പിണങ്ങി മാത്രം ഇരിക്കല്ലേ ബദ്രിയേട്ട. ഞാൻ മരിച്ചു പോകും പോലെ തോന്നിപ്പോകുക. അത്രയും പറഞ്ഞ് രുദ്ര കരഞ്ഞതും ബദ്രിക്ക് അത് കണ്ടു നിൽക്കാനായില്ല.
അവൻ അവളുടെ കണ്ണുനീരിനെ മെല്ലെ തുടച്ചു കൊടുത്തു. അതിനുശേഷം അവളുടെ മുഖം അവൻ്റെ കരങ്ങളിലാക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട് കരയാൻ പാടില്ലെന്ന്. നീയോ ഈ ഭദ്രയുടെ പെണ്ണ, അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണം കേട്ടോ. അവൾ ആ കരഞ്ഞ മുഖത്തോടെ തന്നെ ഒന്ന് മൂളിയാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. ഇനി അങ്ങോട്ട് കുറച്ച് സ്ട്രോങ് ആയേ പറ്റൂ എൻ്റെ മോള്. ഈ തൊട്ടവാടിയിട്ടല്ല ഹരീന്ദ്രൻ്റെ മുൻപിൽ ചെല്ലേണ്ടത്, ഭദ്രയുടെ പുലിക്കുട്ടിയായി വേണം ചെല്ലാൻ. തൽക്കാലം ഈ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് ഏട്ടൻ്റെ മോളെ ഏട്ടന് കഴിക്കാൻ എടുത്തു വെച്ചേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രാത്രി ഫുൾ അമ്മയുടെ അടുത്തായിരുന്നു, ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ ആണെങ്കിൽ നല്ല വിശപ്പും. അതൊക്കെ ഉണ്ടാക്കി തരാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടനോട്. എന്ത് കാര്യമാ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാനുള്ളത്? അത് ചോദിക്കുമ്പോഴേക്കും രുദ്രഭദ്രയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചതും അവനിൽ അമർന്നു നിന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു തുടങ്ങി, ഏട്ടനറിയാമോ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവതി ആരെന്ന്? എന്നാൽ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. കാരണം അത്രയ്ക്ക് സന്തോഷവതിയാണ് ഞാനിന്ന്. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ ഭദ്രയേട്ടനെ കിട്ടിയതിൽ, അതുപോലെ തന്നെ ഒരു കുടുംബത്തെയും ഒരുപാട് കൂടപ്പിറപ്പുകളെയും കിട്ടിയതിൽ. പക്ഷേ ഇതൊക്കെ എനിക്ക് അർഹിച്ചതാണോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. കാരണം അതിനു മാത്രം എന്ത് നന്മയാണ് ഈ ഉള്ളവൾക്കുള്ളതെന്ന് ഓർക്കുമ്പോൾ ഏട്ടനൊപ്പം ഒരുപാട് വർഷം ജീവിക്കണമെന്നുണ്ട്. പക്ഷേ അതിനി കഴിയുമോ എന്നൊരു ഭയം. രുദ്ര അത് പറഞ്ഞതും ഭദ്ര അവളെ ഒന്ന് നോക്കി. എന്നാൽ രുദ്ര വീണ്ടും പറഞ്ഞു തുടങ്ങി, ഞാൻ പോകുമ്പോൾ കൂടെ ഏട്ടനും വരുമെന്നറിയാം. എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ നോക്കുമെന്നും അറിയാം. പക്ഷേ ഇതിനെല്ലാം വിപരീതമായി വല്ലതും നടന്നാലോ? അങ്ങനെ വന്ന എനിക്ക് ഏട്ടനൊപ്പം ഒരു ജന്മം ജീവിച്ചു തീർത്തു എന്ന സന്തോഷത്തോടെ തന്നെ മരിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലും ഞാൻ ഏട്ടൻ്റെ മാത്രം രുദ്രയായി ഏട്ടനിൽ മാത്രം ലയിച്ചു ചേരണം. എന്നിലുള്ള എല്ലാം ഏട്ടന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഏട്ടൻ്റെ ഭാര്യ എന്ന പൂർണ്ണതയിലെത്തുന്നത്. പോകും മുൻപ് എൻ്റെ ഈ ആഗ്രഹം നടത്തി തരില്ലേ ഏട്ടൻ? എന്നിൽ പെയ്തു തോരുന്ന മഴയായി ഏട്ടൻ എന്നിലേക്ക് മാത്രമായി വർഷിക്കില്ലേ? വേണ്ട, ഇപ്പം അതൊന്നും വേണ്ട. കാരണം അങ്ങനെ വന്നാൽ പിന്നെ കുറച്ചു കാലത്തേക്കാണെങ്കിലും എനിക്കോ നിനക്കോ പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട. എല്ലാം ഓക്കെ ആകുമ്പോൾ നീ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജീവിതം നമ്മൾ ജീവിക്കും, പോരെ? പറ്റില്ല. ഇന്നത്തെ രാത്രി അതെനിക്കും ഏട്ടനു വേണ്ടി മാത്രമുള്ളതാണ്. എനിക്ക് ഏട്ടനെ മാത്രമാവണം. പറ്റില്ലെന്ന് പറയല്ലേ ഏട്ടാ, എനിക്ക് അത് സഹിക്കില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഏട്ടനോടൊപ്പമുള്ള ആ സുന്ദര നിമിഷങ്ങൾ മാത്രം മതി. മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ജീവിക്കാൻ. രുദ്ര അത് പറയുമ്പോൾ ഭദ്ര എന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ വായിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ഒന്നും പറയില്ലേ എന്ന് കണ്ണുകൾ കൊണ്ട് പറയുമ്പോൾ അവൻ അവളെ കൂടുതൽ ഇറുക്കെ പുണർന്നുകൊണ്ട് ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിന്നു. ഡാ മോനെ വരുണേ, ദേ കാർത്തൂൻ്റെ ക്ലാസ് സാർ വിളിച്ചിരുന്നിപ്പോൾ. ക്യാമ്പ് കഴിഞ്ഞു, ഇന്നലെ അവർ തിരിക്കാനിരുന്നത്. എന്നാൽ ക്യാമ്പിൽ കാർത്തൂവും നീതുവും ഇല്ലെന്ന്, അവരെ ഈവനിങ് തൊട്ട് കാണാനില്ലെന്ന്. അവളുമാർ രണ്ടും കറങ്ങാൻ പോയിട്ടുണ്ടാവും എവിടെയും. ഇല്ലടാ, എവിടെ പോയാലും നേരത്തെ വരുന്നവരാ. ഇന്ന് ഈവനിങ് ആയിട്ടും കണ്ടില്ല. ഇപ്പോൾ തന്നെ സമയം 5 മണി കഴിഞ്ഞില്ലേ? എനിക്കെന്തോ പേടിയാവുന്നു. അവരെ ഇത്ര നേരമായിട്ടും കാണാതായിട്ട് ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത്. അവർ കുറേ നേരമായി വിളിക്കുന്നതാ, കോള് കണക്റ്റ് ആയില്ലെന്ന്. അമ്മ ടെൻഷൻ അടിക്കാതെ, ഇവിടുന്ന് ബാംഗ്ലൂർ പോകാൻ അധികം സമയം വേണ്ടല്ലോ. ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെ കൂടി പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനും കൂടെ വരണോ മോനെ? തൽക്കാലം അമ്മ വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഈ സമയം കല്യാണി വിജയദേവിനെ വിളിച്ചു. എന്നാൽ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു.